എല്ലാവർക്കും നമസ്കാരം. വിചാരണയുടെ ഏറ്റവും പുതിയ ലക്കമാണ്. എല്ലാ മാന്യ പ്രേക്ഷകരെയും പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം വിഷയം മതമാണ്. മതമാണ് 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 പ്രശ്നം. ഓർമ്മയുണ്ടാവും, KM ഷാജിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞു പോയ ഒരു വിഷയമാണ് KM ഷാജിയുടെ ആ പ്രസംഗം. അതേക്കുറിച്ചല്ല ഞാനിന്ന് പറയുന്നത്. KM ഷാജിയുടെ പ്രസംഗത്തെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഷാജിയുടെ പ്രസംഗം ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നിരീക്ഷണവും നടത്താൻ നമുക്ക് ഇന്നത്തെ അന്തരീക്ഷത്തിൽ സാധ്യമല്ല എന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ മതമാണ് പ്രശ്നം എന്ന ജനാബ് KM ഷാജിയുടെ പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് വീഡിയോ ആരംഭിക്കുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ 50 വർഷമായി നമ്മുടെ കേരളത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും കാണാത്ത രീതിയിലുള്ളൊരു പുതിയ പ്രതിഭാസമാണ് ഈ മതം, അതായത് ഇസ്ലാമിക രാഷ്ട്രീയം. ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ 10-20 വർഷം പ്രവർത്തിച്ച് പരിചയമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അക്കാലയളവിലൊന്നും ഇത്ര അഗാധമായ ദിവ്യപ്രണയമുള്ള ഒരു ഇസ്ലാമിസ്റ്റ് സമൂഹത്തെ ഞാനെവിടെയും കണ്ടിട്ടില്ല. ഞാനൊക്കെ കളിച്ചു വളർന്ന പ്രായത്തിൽ തന്നെ ഇവരൊക്കെ അക്കാലത്ത് നമ്മുടെ ഭൂമികയിലുണ്ടല്ലോ. അയൽവാസികളായും നാട്ടുകാരായും ഒക്കെ ഇവരൊക്കെ ഉണ്ട്. പക്ഷെ അന്നൊന്നും ഇത്ര കലുഷിതമായ ഒരു അന്തരീക്ഷം അത് പുറത്തോട്ട് പറയുന്നതുമില്ല. പുറത്ത് മറ്റുള്ള ആളുകൾക്ക് അത് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു പ്രതിപ്രവർത്തനം, ആ പ്രവർത്തനം നടക്കുന്നത് അകത്താണ്. അത് ചില സന്ദർഭങ്ങളിലൊക്കെ KM ഷാജിയെ പോലെയുള്ള ലീഗിൻ്റെ ചില നേതാക്കളുടെ വായിൽ നിന്നും അത് ഛർദിലുകളായി ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. മതമാണ് പ്രശ്നം. എന്നെ സംബന്ധിച്ച് അതങ്ങനെ വിട്ടുകളയുന്ന ഒരു വാചകമേളയായി കാണാൻ വേണ്ടി സാധിക്കില്ല. എന്താണ് മതം? ഈ KM ഷാജിയെ പോലെയുള്ള ആളുകൾ പറയുന്ന ഈ മതത്തിന്, KM ഷാജി ഒരു മുസ്ലിമാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ്, സാമുദായിക പാർട്ടിയാണ്. മതേതരത്വമൊന്നും വലിയ പ്രസംഗമൊന്നും ഇന്നത്തെ ഈ അന്തരീക്ഷത്തിൽ കേരളീയ സമൂഹത്തിലേക്ക് എഴുന്നള്ളിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് സാമുദായിക പാർട്ടിയാണ്, ഇസ്ലാമിൻ്റെ പാർട്ടിയാണ്. അത് KM ഷാജിയും കുഞ്ഞാലിക്കുട്ടിയും ഒന്നും എത്ര വലിയ രീതിയിലും മതേതരത്വം വിളമ്പിയിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇന്നത്തെ കേരള സമൂഹത്തിലില്ല. അറിയാവുന്നവർക്കെല്ലാം അറിയാം, മുസ്ലിം ലീഗ് സാമുദായിക പാർട്ടിയാണ്. ഇനി KM ഷാജി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടേതൊരു സാമുദായിക പാർട്ടിയാണ്. ഞങ്ങളുടെ MLA-മാരും സർവോപരി UDF-ൻ്റെ MLA-മാരും വിജയിച്ച് നിയമസഭയിൽ എത്തേണ്ടത് കേരളത്തിലെ ഇസ്ലാമിൻ്റെ ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അതിന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. KM ഷാജിയും ഷാജിയുടെ പാർട്ടിയും മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന ബാനറിലല്ല, ഐക്യജനാധിപത്യ മുന്നണി എന്ന് അവകാശപ്പെടുന്ന UDF-ൻ്റെ ബാനറിലാണ് ഇവർ മത്സരിക്കുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പ് കോൺഗ്രസിനാണ്. ഏതാണ് കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവരിപ്പോൾ സതീശനും രമേശ് ചെന്നിത്തലയും സുധാകരനുമൊക്കെ പഴയകാലത്തെ ചരിത്ര സ്മരണകൾ അയവിറക്കിക്കൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ കാലഘട്ടം, മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു, മാങ്ങാത്തൊലി എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ മുന്നണിയിലുള്ള മലബാറിലെ വളരെ പ്രബലമായ ഒരു പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് മതമാണ് പ്രശ്നം. ആർക്ക് പ്രശ്നം? കേരളത്തിലെ വോട്ടർമാർക്കാണോ പ്രശ്നം?
കെ എം ഷാജിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും മതത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയാണോ, അതിൻ്റെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും സാമ്പത്തിക പുരോഗതിക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിന് ഉത്തരം പറയേണ്ടത് സതീശനും സുധാകരനും ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കളുമൊക്കെയാണ്. പിന്നെ മറ്റൊരു അവതാരമുണ്ട്, KPCCയുടെ വൈസ് പ്രസിഡൻ്റാണ് എന്നാണ് എൻ്റെ ഓർമ്മ, ഷാഫി പറമ്പിൽ, വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ പുതിയ MP ആണ്. ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചത് തന്നെ ഷാഫിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഷാഫി ഒരു ചെറുപ്പക്കാരനാണ്. എന്നെപ്പോലെയുള്ള ആളുകളും കേരളത്തിലെ മതേതരമായി ചിന്തിക്കുന്ന കോടാനുകോടി ആളുകളും ഷാഫിയെ കാണുന്നത് ഒരു ഇസ്ലാമിക പണ്ഡിതനായോ ഇസ്ലാമിക പ്രഭാഷകനായോ അല്ലെ ഇസ്ലാമിൻ്റെ വക്താവായോ ഒന്നുമല്ല, ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ്. ഷാഫി വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കാനെത്തി. എതിരാളി KK ശൈലജ ടീച്ചറായിരുന്നു. ശൈലജ ടീച്ചർ മതി ഷാഫിയെ നേരിടാൻ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചതിന് എന്നെപ്പോലുള്ള ആളുകളൊന്നും ഉത്തരവാദിയല്ല. ഷാഫിയുടെ രാഷ്ട്രീയം തിരിച്ചറിയാൻ കഴിയാത്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും കഴിവുകേടാണ്. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആദ്യമായാണോ ഒരു പാർലമെൻറ്റ് മെമ്പർ ഉണ്ടാകുന്നത്? 1980കളിൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി KP ഉണ്ണികൃഷ്ണനായിരുന്നു. KP ഉണ്ണികൃഷ്ണൻ അദ്ദേഹം വളരെ അടുത്ത ദിവസമാണ് മരണമടഞ്ഞത്. പ്രായാധിക്യം മൂലമുള്ള രോഗബാധയാൽ അദ്ദേഹം മരണമടഞ്ഞു. KP ഉണ്ണികൃഷ്ണനെ പോലെയുള്ള നേതാക്കളെ ഒന്നും തിരസ്കരിച്ചുകൊണ്ട് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചരിത്രം പറയാനൊന്നും ഷാഫിയെ പോലെയുള്ള ആളുകളൊന്നും വളർന്നിട്ടില്ല. ഷാഫിക്ക് വടകരയുടെയും മലബാറിൻ്റെയും ചരിത്രം അറിയാമോ? ഇനി അതൊക്കെ പോകട്ടെ, ഉണ്ണികൃഷ്ണൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് K മുരളീധരൻ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചു. തികഞ്ഞ രാഷ്ട്രീയ മത്സരമായിരുന്നു. എതിരാളി CPMൻ്റെ നേതാവ് P ജയരാജനായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ വളരെ നേതൃനിരയിലുള്ള നേതാവ് P ജയരാജനായിരുന്നു. ജയരാജൻ പരാജയപ്പെട്ടു, അത് മറ്റൊരു അവസ്ഥയാണ്. പക്ഷെ മുരളീധരൻ രാഷ്ട്രീയമായാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കോൺഗ്രസ് രാഷ്ട്രീയം, ഐക്യമുന്നണി രാഷ്ട്രീയം പറയാനുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത് രാഷ്ട്രീയമാണ്. ജനാധിപത്യത്തിൽ സംസാരിക്കേണ്ടത് രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ഷാഫി വടകരയിൽ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ ഷാഫിക്ക് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടായിരുന്നു? ഷാഫി രാഷ്ട്രീയം പറഞ്ഞു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വലിയൊരു മഹാജനാവലി നമ്മുടെ നാട്ടിലുണ്ട് സർ. ഇവിടെ ഒരു ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന കുറേ ആളുകളും അല്ലെങ്കിൽ അവരെ അംഗീകരിക്കുന്ന കുറേ മതസംഘടനകളും, ഇതൊന്നുമല്ല കേരളം. മതമാണ് പ്രശ്നമെന്നൊക്കെ KM ഷാജിയെ പോലെയുള്ള ആളുകളൊക്കെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ നട്ടലില്ലായ്മ കൊണ്ടാണ്. നട്ടല് വേണ്ടത് കോൺഗ്രസിനാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ബാനറിൽ ഇരുന്നു കൊണ്ട് തോന്നിവാസം പറയരുത് എന്ന് പറയാനുള്ള ചാങ്കൂറ്റം സുധാകരനും ചെന്നിത്തലയും സതീശനും കാണിക്കാത്തതിന് കേരളത്തിലെ ജനങ്ങൾ ഉത്തരവാദിയല്ല. എന്ത് മതം? ഇവിടെ മതമാണോ പ്രശ്നം? കേരളത്തിലെ ജനങ്ങൾക്ക് മതമാണോ പ്രശ്നം? ഇസ്ലാമിയങ്ങൾക്ക് ഒരുപക്ഷെ മതമായിരിക്കും പ്രശ്നം. അവരുടെ മതം വളർത്തണം, അവരുടെ സമുദായം സംരക്ഷിക്കണം, അവരുടെ സമുദായത്തിന് സാമ്പത്തികമായ സ്രോതസ്സുകൾ ഉണ്ടാവണം, സാമ്പത്തിക സ്രോതസ്സുകൾ വഴി അവരുടെ തലമുറയെ ഉദ്ധരിക്കണം, അവർക്ക് സ്കോളർഷിപ്പുകളും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കണം. മറ്റുള്ള ആളുകൾ എന്തു ചെയ്യണം? അവർക്കൂടെ ജീവിക്കണ്ടേ? ഞാനിപ്പോൾ മതമൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ സംസാരിക്കുന്നതിന് ഒരു ജനസഞ്ചയത്തിൻ്റെ മുഖത്ത് നോക്കി ആക്ഷേപതുല്യമായ വാക്കുകൾ ഉന്നയിച്ച് സംസാരിക്കുന്നത് ഏത് കൊലകൊമ്പനായ നേതാവായാലും അതിനൊരു നിയന്ത്രണം വേണം. യഥാർത്ഥത്തിൽ അതേ KM ഷാജി ഇന്ന് വേങ്ങര മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടേണ്ട കേസാണിത്. ഷാജിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ റദ്ദു ചെയ്യാൻ
സംസ്ഥാന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ തയ്യാറാവണം. ഇങ്ങനെ അന്ധമായി വർഗീയത പ്രചരിപ്പിക്കുകയും സമുദായത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്ന പാർട്ടിയെ തന്നെ അവരുടെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് മുസ്ലിം ലീഗ് ആയാലല്ല, ഇനി RSS ആയാലും BJP ആയാലും. ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എനിക്കൊരു സംഘി ബാനർ ചാർത്തുകയൊന്നും വേണ്ട. ഞാൻ ആരാണ് എന്ന് എന്നെ അറിയാവുന്നവർക്കും എനിക്കും വളരെ കൃത്യമായി അറിയാം. എൻ്റെ അത്യാവശ്യം യൂട്യൂബ് വീഡിയോകളുടെ കമൻറ്റ് ബോക്സിലും ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലുമൊക്കെ ചില ഇസ്ലാമിസ്റ്റുകൾ ഇടുന്ന കമൻറ്റുകൾ കണ്ടാൽ ഞാനൊരു തികഞ്ഞ ഹിന്ദുത്വ വർഗീയവാദിയാണ്. ഞാനത് പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ച രാഷ്ട്രീയം മാനവികതയാണ് എൻ്റെ മഹാസഹോദരങ്ങളെ. ഞാൻ മതം പഠിച്ചിട്ടില്ല. ഞാൻ ഒരു മദ്രസയിലും വിദ്യാർത്ഥിയായി പോയിട്ടില്ല. ഞാൻ ഒരു ഭഗവത്ഗീത ക്ലാസ്സിനും പങ്കെടുത്തിട്ടില്ല. എൻ്റെ രക്ഷിതാക്കളും എൻ്റെ സമൂഹവും ഞാൻ ഇടപഴകി ചേർന്ന എൻ്റെ നാടും എൻ്റെ നാട്ടുകാരും എന്നെ പഠിപ്പിച്ചത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒത്തുചേരലാണ്, മാനവികതയാണ്. അങ്ങനെയുള്ള ആളുകളുടെ മുഖത്ത് നോക്കി യാതൊരു ഉളുപ്പും സങ്കോചവുമില്ലാതെ മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന മഹാന്മാരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു മതേതര പാർട്ടി ഉണ്ട് പോലും കേരളത്തിൽ, മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ്. ഇപ്പോൾ ഒരു വിദ്വാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ. ഹരിഗോവിന്ദൻ തൻ്റെ ഇടക്കയുമായി പാണക്കാട്ട് ശിഹാബ് തങ്ങളുടെ തറവാട്ട് വീട്ടിലേക്കാണ് പോയത്. ഇടക്ക കൊട്ടി ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉണർത്തുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണക്കാട് തങ്ങളുടെ വീട്ടിനുള്ളിലാണ് ഉള്ളത്. ഇക്കഴിഞ്ഞ ദിവസം ഏതാ സ്ഥാനാർത്ഥിയുടെ പേര് പെട്ടെന്ന് വായിൽ എത്തുകയില്ല. ഏതാ തെഹലിയ, ഫാത്തിമ തെഹലിയ, പേരാമ്പ്ര അസംബ്ലിയിലെ സ്ഥാനാർത്ഥിയാണ്. അവർക്ക് വേണ്ടി പ്രചരണത്തിന് ഇടക്കയുമായി ഈ ഞെരളത്ത് ഹരിഗോവിന്ദൻ, ഞെരളത്ത് രാമപൊതുവാളിൻ്റെ മകൻ ഹരിഗോവിന്ദൻ പേരാമ്പ്രയിലെത്തിയിരിക്കുന്നു. എന്നിട്ട് വലിയ പ്രസംഗമാണ്. ഇതിന് ഇടക്ക എന്ന് പറയും, ചില നാടുകളിൽ അടക്ക എന്ന് പറയും. ഞെരളത്ത് ഹരിഗോവിന്ദന് എന്താണ് ഇടക്ക, എന്താണ് സോപാന സംഗീതം? നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെയായി സോപാന സംഗീതത്തിനുള്ള ബന്ധം എന്താണ്? ഭഗവാനെ, ഈ ഹിന്ദുത്വ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ തൊട്ടുണർത്തുകയാണ് സോപാന സംഗീതം. അതാണ് സോപാന സംഗീതം. ഭഗവാനുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളുടെ വീട്ടിന് മുമ്പിലും രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മത സാമുദായിക സംഘടനകളുടെ അടുക്കളയിലും അവരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന ചില സംഘടനകളുടെ സ്റ്റേജ് പ്രോഗ്രാമിലും അവതരിപ്പിക്കേണ്ട പരിപാടിയാണോ സോപാന സംഗീതം? മറ്റെന്തോ കാര്യമുണ്ടാവും, ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഹരിഗോവിന്ദൻ ഈ ഇടക്കയുമായി അടക്കയുമായി കിടക്കയുമായി ഈ സാമുദായിക സംഘടനയിൽ എത്തിയത് എന്നുള്ളത് ഉത്തരം ഹരിഗോവിന്ദന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റാരൊക്കെയോ ഇതിൽ ചേരുന്നു. സ്വാഭാവികമായും ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിൽ ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുന്നതിന് പിന്നിൽ എന്തെങ്കിലും ചേതോവികാരങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നുകിൽ അധികാരം അല്ലെങ്കിൽ പണം. അത് ഹരിഗോവിന്ദനായാലും ഗിരിഗോവിന്ദനായാലും ഇനി ആരായാലും അത് മാത്രമേ അതിൽ കാര്യമുള്ളൂ. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഈ ഷാഫി പറമ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു UDFന്റെ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നു വടകരയിൽ. ഷാഫി തരംഗം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അങ്ങനെ അലയടിക്കുന്നു. നട്ടപ്പാതിര നേരത്തും നേരം പുലരാൻ നേരത്തുമൊക്കെ ഷാഫിയുടെ ഈ സ്ഥാനാർത്ഥി പര്യടന യാത്ര, ഘോഷയാത്ര, മാമാങ്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഷാഫിയെ കാണാൻ വേണ്ടി ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്നു. സന്തോഷം. ഷാഫി ഒരു കോൺഗ്രസ്സുകാരനായും ഒരു ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവായും പ്രവർത്തകനായും ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ, ആ സ്ഥാനാർത്ഥി പര്യടനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നട്ടപ്പാതിര നേരത്തും നേരം പുലരാൻ നേരത്തുമൊക്കെ തടിച്ചു കൂടുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ഷാഫി ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? ഞാൻ ഈ കഴിഞ്ഞ ദിവസം
ഈ തെഹലിയ ഫാത്തിമയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ചില കാഴ്ചകൾ ചില സ്ഥാനാർത്ഥി പര്യടന കേന്ദ്രങ്ങളിൽ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. എൻ്റെ നാട്ടിലുൾപ്പെടെ. ഞാനൊക്കെ വളരെ ചെറിയ കാലം മുതൽക്ക് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനും ഇടതുപക്ഷ പ്രവർത്തകനുമൊക്കെയായി ഒരുപാട് സ്ഥാനാർത്ഥി പര്യടനങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും ആളുകളെ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. പൊട്ടിമുളച്ച ഒരു അവതാരമൊന്നുമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. എനിക്കൊരു സംഘീ ബാനർ നിങ്ങൾ ചാർത്തിയാലും ഞാൻ ഒരു സംഘപരിവാരകാരനും ഒരു കാലത്തും ആവുകയില്ല. എൻ്റെ മഹാസുഹൃത്തുക്കളെ, നിങ്ങൾ വെറുതെ വായിട്ട് അലക്കുന്നത് മിച്ചം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരു സ്ഥാനാർത്ഥി പര്യടന വേളയിൽ ആളുകളെ എത്തിക്കാൻ അനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസം, ഒരു ശാരീരിക പ്രയാസം എത്രമാത്രം വലുതായിരുന്നു എന്ന് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറി പറയണം, നമ്മുടെ സ്ഥാനാർത്ഥി വരുന്നുണ്ട്, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പര്യടനമാണ് നമ്മുടെ നാട്ടിൽ, നിങ്ങൾ പങ്കെടുക്കണം, നമുക്ക് ആളില്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത്, പണമൊന്നും നിങ്ങൾ തരണ്ട, പിരിവുകളൊന്നും തരണ്ട, സംഭാവനയൊന്നും തരണ്ട, പക്ഷെ നമ്മുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ നിങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, പറയാൻ പോകുന്ന ഞങ്ങളുടെ കുഴപ്പം കൊണ്ടുമല്ല. കാരണം അവരൊക്കെ തൊഴിലാളികളാണ്. അന്നത്തെ ആഹാരത്തിന് വേണ്ടി തൊഴിലെടുക്കുന്ന ആളുകളാണ്. ആ തൊഴിൽ ഉപേക്ഷിച്ചു കൊണ്ട് വേണം ഈ സ്ഥാനാർത്ഥി പര്യടനത്തിന് വേണ്ടി എത്താൻ. അത് പങ്കെടുക്കാൻ വരുന്ന അവർക്കും അറിയാം, അവരെ ക്ഷണിക്കുന്ന ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഇവിടെ എന്താണ് ഇപ്പോൾ അവസ്ഥ? ഞാൻ കഴിഞ്ഞ ദിവസം ഈ തെഹലിയ ഫാത്തിമയുടെ ഒരു പര്യടന കേന്ദ്രത്തിൽ, എൻ്റെ നാട്ടിലുൾപ്പെടെ ചില പര്യടന കേന്ദ്രങ്ങൾ ഞാൻ നേരിട്ട് കാണാൻ വേണ്ടി തന്നെ പോയതാണ്. ആരാണ് അവിടെ പങ്കാളികളാവുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭാവികളാണോ? തികച്ചും എൻ്റെ നാടിനെ പറ്റി തന്നെ പറയാം. എൻ്റെ നാട്ടിൽ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥി പര്യടനം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്ന കാലത്ത് അവിടെ പങ്കെടുത്ത ആളുകൾക്കൊക്കെ പരിധികളുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടിയുടെ, മുസ്ലിം ലീഗൊന്നും എൻ്റെ നാട്ടിലില്ല. കോൺഗ്രസ്സുകാരുണ്ട്, കുറേ കോൺഗ്രസ്സുകാരുണ്ട്. വേറെ ഐക്യജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ആരും എൻ്റെ നാട്ടിലൊന്നുമില്ല. പക്ഷെ ആരാണ് പങ്കെടുക്കാൻ വരുന്നത്? മതസ്നേഹികളാണ്. മതം, നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പുരുഷാരവം തെഹലിയ ഫാത്തിമയെ കാണാൻ ഒഴുകിയെത്തുകയാണ്. ഞാൻ അന്തം വിട്ടുപോയി. എന്താണ് നടക്കുന്നത്? ജനാധിപത്യ സംവിധാനമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടക്കുന്നത് എന്താണ് എന്ന് പറയാൻ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഷാഫി ഉത്തരം പറയണം. ഷാഫി വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു മതതരംഗം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ സംജാതമായത്. അതിൻ്റെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും അതിപ്പോൾ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിക സമ്പ്രദായത്തെ, മതത്തെ ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തിനുള്ളിലേക്ക് തിരികെ കയറ്റി KM ഷാജി പറഞ്ഞതുപോലെ മതമാണ് 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 പ്രശ്നം, നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിക്കണം, അവർ MLA-മാരാകണം, അതുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കണം. അങ്ങനെ ഒരു സന്ദേശം അവർക്ക് കിട്ടിയത് കൊണ്ടാണ് നാളിതുവരെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്കും പങ്കെടുക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ തെഹലിയ ഫാത്തിമയെ സ്വീകരിക്കാൻ വേണ്ടി പല സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തുന്നത്. രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവരുടെ പങ്കാളിത്തം ഉണ്ടാവണ്ടേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ. UDFനും ഐക്യജനാധിപത്യ മുന്നണിയും ഈ പ്രദേശങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ലേ? പറഞ്ഞ ആളുകളെ ഒന്നും ആ കാലഘട്ടത്തിലൊന്നും ഒരു സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ കണ്ടിട്ടില്ല. വീടിന് പുറത്തിറങ്ങാത്ത ആളുകളെ ഒന്നും അക്കാലയളവിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു സ്ഥാനാർത്ഥി പര്യടന വേളയിൽ. ഇപ്പോൾ കാണുമ്പോൾ ന്യായമായും സംശയിക്കുന്നു. ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിനുള്ളിൽ മതം പ്രവർത്തിക്കുന്നു. ആ മതം പ്രവർത്തിപ്പിക്കാൻ അതിന് ചേതോവികാരമായി, അതിൻ്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നത് ഷാഫി പറമ്പിലാണ്. അങ്ങനെയാണെങ്കിൽ ഷാഫിയോട് എനിക്ക് പറയാനുള്ളത്, ഷാഫി, ഇത് രാഷ്ട്രീയമല്ല.
ഷാഫിയും ഷാഫിയുടെ മുന്നണിയും ഷാഫിയുടെ കോൺഗ്രസ്സുകാരും ലീഗുകാരും രാഷ്ട്രീയം പറയണം. തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഏപ്രിൽ 9 കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. UDF മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? കേരളത്തിൽ UDF മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? മതമാണ് പ്രശ്നം എന്നതല്ലാത്ത മറ്റൊരു രാഷ്ട്രീയം കേരളത്തിലെ UDF സംവിധാനത്തിന് മുന്നോട്ട് വെക്കാനുണ്ടോ? KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണോ രാഷ്ട്രീയം? ഇന്ദിരാ ഗ്യാരണ്ടി, രാഹുൽ ഗാന്ധി അങ്ങനെ പണ്ട് പറഞ്ഞു പോലും. കേരളത്തിലെ KSRTC ബസ്സുകളിലൊക്കെ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം ഏർപ്പെടുത്തും. കേരളത്തിലെ വീടുകളിലുള്ള സ്ത്രീകളൊക്കെ നേരം വെളുത്തു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും യാത്ര പുറപ്പെടാം എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ആളുകളാണോ? എന്താണ് രാഷ്ട്രീയം? കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് എന്തെങ്കിലും രാഷ്ട്രീയം UDFിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനുണ്ടോ UDFന്? ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ നിമിഷം വരെ ഒരു രാഷ്ട്രീയം പറയാൻ, ഒരു വികസന സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കാൻ, കേരളത്തിൻ്റെ പുരോഗമനപരമായ വികസന പ്രക്രിയയ്ക്ക് മുന്നേറ്റം കുറിക്കാൻ ഞങ്ങൾ UDF ഐക്യജനാധിപത്യ മുന്നണി ഇന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നു എന്ന് പറയാൻ ഈ ആളുകൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവശേഷിക്കുന്ന ഈ കാലയളവിൽ ആകെ ബാധിക്കുന്നത്, ആകെ ജനങ്ങളോട് മുന്നോട്ട് വെക്കാനുള്ളത്, ആകെ പറയാനുള്ളത് മതം, ഇസ്ലാമിക മതമാണ് പ്രശ്നം. അത് പറഞ്ഞ KM ഷാജിയെ തിരുത്താൻ കേരളത്തിൽ ഒരു കോൺഗ്രസ്സുകാരനില്ല. ഒരു നട്ടലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ പോലുമില്ല. ലീഗിനകത്ത് നേതാക്കളില്ല. പാണക്കാട് ശിഹാബ് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും തിരുത്തി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ എന്തു മനസ്സിലാക്കണം? കേരളത്തിലെ വോട്ടർമാർ, കേരളത്തിലെ ജനങ്ങൾ 3.5 കോടി ആളുകൾ, 2.5 കോടി വോട്ടർമാർ, 3.5 കോടി ജനങ്ങളിൽ 2.5 കോടി വോട്ടർമാരാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇത്തവണ കേരളത്തിലുള്ളത്. ഈ 2.5 കോടി വോട്ടർമാർക്ക് മുമ്പാകെ കേരളത്തിലെ UDF സംവിധാനത്തിനും ലീഗ് നേതൃത്വത്തിനും മുന്നോട്ട് വെക്കാനുള്ളത് ഒരേ ഒരു രാഷ്ട്രീയമാണ്. മതമാണ് പ്രശ്നം. ഇതിനു വേണ്ടി ആര് ബലിയാടാവണം? ആരാണ് ഇതിനു വേണ്ടി ബലിയാടാവേണ്ടത്? എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ കൂടി മതം തിരികെ കയറ്റുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? 1921 ആവർത്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു കാലം കഴിഞ്ഞിട്ടാണല്ലോ നാം ഇവിടെ എത്തി നിൽക്കുന്നത്. അതിൻ്റെ 100 വർഷം ഇപ്പോൾ ആഘോഷിച്ചു കഴിഞ്ഞു. 105ാമത്തെ വർഷമാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ചരിത്രത്തിലേക്കൊന്നും നാം ഇപ്പോൾ സഞ്ചരിക്കേണ്ടതില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപക്ഷെ ഷാഫിക്കും ഓർമ്മയുണ്ടാവും. വടകരയിൽ ഷാഫി മത്സരിക്കുന്ന ആ കാലഘട്ടത്തിലാണ്, ആ പ്രചരണ സംവിധാനങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ശൈലജ ടീച്ചർക്കെതിരായി കാഫിർ പ്രയോഗം ഉണ്ടാവുന്നത്. കാഫിർ. ഒരു ഇലക്ഷൻ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാനത് ഓർമ്മിപ്പിക്കാൻ കാരണം മതം കൃത്യമായി ഈ ഇലക്ഷൻ കാലയളവിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള സന്ദേഹം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ സംശയമായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ നിരീക്ഷണമായിരിക്കാം. അങ്ങനെയല്ല, അതല്ല ശരി എന്ന് പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ പൊതുസമൂഹത്തോട് പറയൂ, ഞങ്ങൾക്ക് യാതൊരു മതവുമില്ല, ഞങ്ങൾ ജനാധിപത്യപരമായി രാഷ്ട്രീയത്തെ നേരിടുന്നു, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കേരളത്തിൻ്റെ വികസന രാഷ്ട്രീയം ഇന്നതാണ്. പറയൂ. എന്തുകൊണ്ട് പറയുന്നില്ല? 1980 കാലഘട്ടങ്ങളിൽ ഇന്ന് ഷാഫി പ്രതിനിധാനം ചെയ്യുന്ന ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായ നാദാപുരം ഭാഗം വന്ന് മേപ്പയ്യൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. മേപ്പയ്യൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. ഓർമ്മയുണ്ടാവുമോ എന്നെനിക്കറിയില്ല. ഷാഫിയൊക്കെ ഒരുപക്ഷെ അന്ന് കൊച്ചു പയ്യനായിരിക്കാം. കണാരൻ എന്നൊരു നേതാവുണ്ടായിരുന്നു മേപ്പയ്യൂരിൽ. CPMൻ്റെ നേതാവാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം ഒരു തൊഴിലാളിയായിരുന്നു. തൊഴിലെടുത്ത് വളർന്ന് തൊഴിലാളികളെ സംഘടിപ്പിച്ച് നേതാവായി വന്ന വ്യക്തിയാണ്. അക്കാലത്ത് നാദാപുരം പ്രദേശത്തിൻ്റെ ഒരു ഉദാത്ത മാതൃകയായിരുന്നു ഒരു ചെക്കൻ വിളി.
ഷാഫിക്ക് ഒരു പക്ഷേ ആ ചരിത്രം അറിയണമെന്നില്ല. എന്നെപ്പോലുള്ള ആളുകൾക്ക് ആ ചരിത്രം അറിയാം. ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്കും ആ ചരിത്രം അറിയാം. 1990കളിലും 2000ത്തിലും വിവിധ മാധ്യമങ്ങൾക്ക് വേണ്ടി ആ ചെക്കൻ വിളിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സമരങ്ങൾ, സംഭവങ്ങൾ ആ പ്രദേശങ്ങളിൽ ഉണ്ടായപ്പോൾ അതൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ എഴുതിയ ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ് ഞാൻ. കണാരട്ടൻ നാദാപുരത്തെയും മേപ്പയൂരെയും കുറ്റ്യാടിയിലെയും ബഹുജനങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ആ ചെക്കൻ വിളിച്ചത് ഇസ്ലാമിക പ്രമാണിമാരായിരുന്നു. നാദാപുരത്തെ, മേപ്പയൂരിലെ, കുറ്റ്യാടിയിലെ ഇസ്ലാമിക പ്രമാണിമാരായിരുന്നു ആ ചെക്കൻ വിളി, ചെക്കൻ എന്നുള്ള ഒരു വിളി പ്രയോഗിച്ചത്. അതിൽ കക്ഷി രാഷ്ട്രീയവും പ്രായവും ജാതിയും മതവും ഒന്നും അക്കാര്യത്തിൽ ബാധകമുണ്ടായിരുന്നില്ല. ഇസ്ലാം ഒഴികെയുള്ള മറ്റെല്ലാ വിഭാഗങ്ങളെയും താഴ്ന്ന ജാതിക്കാരായി അന്നത്തെ ആ ആളുകൾ പരിഗണിക്കപ്പെട്ടു. അവർ പരിഗണിച്ചു. 90 വയസ്സുള്ള ആളുകളെ പോലും വീട്ടിലുള്ള കൊച്ചു പയ്യന്മാർ ചെക്കനെന്ന് വിളിച്ചു. അത് നിർത്തിയത് കണാരട്ടനാണ്. വെറുതെ നിന്നുപോയതൊന്നുമല്ല, അടിച്ചു നിർത്തിയതാണ്, തടുത്തു നിർത്തിയതാണ്. അപ്പോൾ അന്ന് അടങ്ങിയതാണ് ഈ കോപ്രായം. അത് പാലക്കാട്ട് നിന്നും ഒരു ഷാഫി പറമ്പിൽ വീണ്ടുമെത്തി ഒരു പ്രദേശത്തെ ഒന്നാകെ ഒരു മതസ്പർദ്ധയുടെ വക്കിലെത്തിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം, മതത്തിനുള്ളിലൂടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചേക്കാം. 1.5 ലക്ഷം വോട്ടിന് വടകരയിൽ ഇതേ ഷാഫി ജയിച്ചു കയറിയല്ലോ. ഇനി ഫാത്തിമ തെഹലിയെയും പേരാമ്പ്രയിൽ നിന്ന് ജയിക്കില്ല എന്നൊന്നും അവകാശപ്പെടാൻ ഞാൻ ആളല്ല. കാരണം മതമാണ് പ്രശ്നം. പക്ഷേ അതല്ല രാഷ്ട്രീയം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിയത്. അതല്ല രാഷ്ട്രീയം. അങ്ങനെ ഒരു രാഷ്ട്രീയം മതത്തിനുള്ളിലൂടെ വലിഞ്ഞു കയറ്റി, നുഴഞ്ഞു കയറ്റി ഒരു ജനാധിപത്യ പ്രക്രിയയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അതിൻ്റെ ഉള്ളിലൂടെ ഒരു മതം നുഴഞ്ഞു കയറ്റി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഈ വിജയങ്ങളൊക്കെ താൽക്കാലികമാണ്. ഇതിനുള്ള ശിക്ഷ വരും കാലങ്ങളിൽ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. കാരണം 1921ലെയും 1947കളിലെയും ജനതയല്ല ഇന്ന് ഇന്ത്യ രാജ്യത്തും നമ്മുടെ കേരളത്തിലും ജീവിച്ചിരിക്കുന്നത്. പ്രബുദ്ധരായൊരു ജനത, നിങ്ങളുടെ സമൂഹത്തിൽ ഉൾപ്പെടെയുള്ള ഒരു ജനത ഇതൊക്കെ മാറി നിന്ന് വീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് തന്നെ അപകടത്തിലേക്ക് പോകാം, നിങ്ങൾ തന്നെ അപകടത്തിൽപ്പെട്ടേക്കാം. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്നും നിങ്ങൾ മതം ഒഴിവാക്കൂ, നിങ്ങൾ രാഷ്ട്രീയം പറയൂ, നിങ്ങൾ വികസനം പറയൂ, നിങ്ങൾ കേരളത്തിൻ്റെ പുരോഗമനപരമായ വികസനത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ നിങ്ങളുടെ വേദികളിൽ. കേട്ടതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചാറ്റുകൾ വഴി, വാട്സപ്പ് സന്ദേശങ്ങൾ വഴി, വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി മതപരമായ രീതിയിൽ ആളുകളെ സംഘടിപ്പിച്ച് വിജയിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് ഈ നാടിനെ കൊണ്ടെത്തിക്കുമെന്ന് മാത്രം പറയുന്നു. ഇതൊരു മുന്നറിയിപ്പാണ്. ദയവ് ചെയ്ത് ഭീഷണിയായി നിങ്ങൾ കാണരുത്. കാരണം ഞാൻ ഇന്നൊരു സംഘടനയുടെയും വക്താവല്ല. രാഷ്ട്രീയ പ്രവർത്തനവും പത്രപ്രവർത്തനവും 10-25 വർഷമായി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു നിരീക്ഷണമായി നിങ്ങളത് കാണണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.